ഇന്ന് ഞാൻ സദ്യയ്ക്ക് വിളമ്പാൻ പറ്റുന്ന വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോൾ പലർക്കും ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഓലനാണ്. ഈ ഓലൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പോളം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ കുമ്പളങ്ങ ഇതുപോലെ കട്ടി കുറച്ച് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഈ വൻപയർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുതിർക്കാത്ത വൻപയറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പനേരം കുതിർത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ വേറെ നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഞാനിവിടെ നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ അല്പം പച്ചമുളകിൻ്റെ എണ്ണം കൂടി കൂട്ടാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഒരു കപ്പോളം തേങ്ങയുടെ 2/2 പാലും എടുത്തിട്ടുണ്ട്. ഈ സാധാരണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുമ്പളങ്ങ തേങ്ങാപ്പാലിൽ വേവിക്കണമെന്നില്ല, നമ്മുടെ വെള്ളത്തിലാണേലും വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും നമ്മളിവിടെ 1/4 പാൽ പിഴിയുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് 2/2 പാലും ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ 2/2 പാൽ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം. നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള വൻപയർ, ഞാനിവിടെ 1/4 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഒരല്പം കൂടി വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മുതൽ 4 വിസിൽ വരെ വേവിച്ചാൽ മതിയാവും. നമ്മളിത് ഈ വൻപയർ വല്ലാതെ കൊഴിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ വൻപയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കുമ്പളങ്ങായും ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുമ്പളങ്ങ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട്. ഈ കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടുന്ന അത്രയും തേങ്ങയുടെ 2/2 പാലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലിന് പകരം വെള്ളം വേണമെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇതിൽ ഞാനൊരു 1/4 കപ്പും പിന്നെ ഒരു അല്പം കൂടി വെള്ളമാണ് ഒഴിച്ചിരുന്നത് ഇത് വേവിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതിലിപ്പോൾ വെന്ത് വന്നപ്പോൾ കൂടുതൽ വെള്ളമൊന്നുമില്ല. നമ്മളുടെ ഈ ഓലൻ എന്ന് പറഞ്ഞാൽ അതങ്ങ് ഒത്തിരി നീണ്ട ഒരു കറിയല്ല, കുറച്ച് ഒരു തൊടുകറി പോലെ കുറച്ച് കുറുകി വേണം ഇരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വൻപയർ വേവിക്കുമ്പോൾ കൂടുതൽ വെള്ളം വെച്ച് വൻപയർ വേവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇത് ഒത്തിരി വെന്ത് കൊഴിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ വൻപയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി അവസാനം നമ്മൾ തേങ്ങാപ്പാലും എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഞാൻ ഒഴിച്ച തേങ്ങാപ്പാലിൽ കുറച്ചുകൂടി ഇതിലുണ്ട്. ഇതൊന്ന് പറ്റി വരുന്നത് വരെ ഇതൊന്ന് തുറന്ന് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ വെള്ളമയം കുറച്ചൊന്ന് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങയുടെ 1/4 പാൽ ചേർക്കുമ്പോൾ അടുപ്പിൽ തീയെ ഏറ്റവും കുറച്ച് വെച്ചുകൊണ്ട് വേണം ചേർക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കണം. അതുപോലെ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഈ സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മളിതിനെയും ഈ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൗവിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോൾ ഇതങ്ങ് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ആ കറിവേപ്പിലയുടെ ഒക്കെ ആ ഒരു നല്ല മണവും ഫ്ലേവർ ഇതിലേക്കൊന്ന് ഇറങ്ങിക്കിട്ടും.
അതിനുശേഷം നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഞാനിതിലേക്ക് രണ്ടാമതൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഉപ്പ് കുറച്ചുകൂടി വേണ്ടിയിരുന്നു, അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിപ്പം നോക്കിയാൽ കുറച്ചൊരു ലൂസായിട്ട് തോന്നുമെങ്കിലും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് ആ ചൂട് കുറച്ചൊന്ന് കുറയുമ്പോൾ ഇത് അല്പം കൂടി ഒന്ന് കുറുകി വരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പത്തിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിതുപോലെ എളുപ്പത്തിലുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.